പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതേ പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിൽ യേശു കർത്താവ് നമുക്കായി നിലനിൽക്കുന്ന ആമേൻ സ്തോത്രം ഉത്തമ സമ്പത്ത് ഒരുക്കിയിട്ടുണ്ട്. അത് നാം പ്രത്യാശിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടെ എന്ത് തന്നെ വന്നാലും, എന്ത് തന്നെ പ്രയാസങ്ങളിലൂടെ നാം കടന്നുപോയാലും ആ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് നമുക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നാം ജീവിക്കുമ്പോൾ നിശ്ചയമായി ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്കിടയായിത്തീരും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വിശുദ്ധ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 34-35 വചനങ്ങൾ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നമുക്കേവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഒന്നാമത് നാം വായിക്കുന്നു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു. ഏത് സമയത്താണ് അവർ സഹതാപം കാണിച്ചതെന്ന് നാം നോക്കിയാൽ അതിൻ്റെ 32-33 വചനങ്ങളിൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം സഹിച്ച് നിന്ദകളാലും പീഡകളാലും സ്തോത്രം പലവിധമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചു. മാത്രമല്ല ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നിരിക്കുന്നു. ആ സമയത്താണ് അവർ തടവുകാരോടും സഹതാപം കാണിക്കുന്നത്. പ്രീതി മക്കളെ, നാം ചില കഷ്ടതകൾ ഞെരുക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അവരോട് സഹതാപം തോന്നണം. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവൻ കർത്താവിൻ്റെ സ്നേഹം നമ്മളുടെ ഉള്ളിൽ ഉള്ളപ്പോൾ നമുക്കങ്ങനെ ചെയ്യുവാൻ നിശ്ചയമായി കഴിയും. വീണ്ടും നാം വായിക്കുന്നു, സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഇന്ന് പലരും ദൈവമക്കളായിരുന്നാലും എല്ലാവർക്കും സമ്പത്തുകളുടെ ചില നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഓവർകം ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ എന്നേക്കും നിലനിൽക്കുന്നൊരു ഉത്തമ സമ്പത്ത് ഉണ്ടെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായി സ്തോത്രം ഈ ആദിമ പിതാക്കന്മാരെ പോലെ സ്തോത്രം നമുക്കും ഏത് നഷ്ടങ്ങളെയും സന്തോഷത്തോടെ യേശുവിന് വേണ്ടി സഹിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. ആ ഒരു കാരണം പറഞ്ഞ് യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. അടുത്ത വചനത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ ആ കർത്താവിനോട് അധികമായി കൂടുതലായി അടുത്തുകൊണ്ട് നാം മുന്നേറേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19, 20, 21 വചനങ്ങളിൽ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. യേശു അതൊരു കൽപ്പനയായിട്ട് പറയുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കുകയും ചെയ്യരുത്. എന്നാൽ പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ നമുക്ക് എങ്ങനെയാണ് നിക്ഷേപം സ്വരൂപിക്കുവാൻ കഴിയുക? ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ
ദൈവനാമത്തിന് നമ്മാലാവത് നാം ചെയ്യണം, ദൈവനാമത്തിന് വേണ്ടി നാം പ്രവർത്തിക്കണം. അതൊക്കെ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപമായിരിക്കും. നാം ഒഴുക്കുന്ന കണ്ണുനീര് വരെ കർത്താവ് അവിടെ തുരുത്തിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു നിക്ഷേപമാണ്. അതുപോലെ നാം അവിടെ കഴിക്കുന്ന ആരാധന, പ്രാർത്ഥന, അതൊക്കെ ധൂപമായി സ്വർഗത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ വലിയ നിക്ഷേപങ്ങളാണ്. ആമേൻ. അങ്ങനെ നാം സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളണം. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ഏകാഗ്ര ഹൃദയത്തോടെ യേശുവിൻ്റെ പാതയിൽ മുന്നോട്ട് നീങ്ങണമെങ്കിൽ അവൻ എപ്പോഴും സ്വർഗത്തിലുള്ളത് നാം ചിന്തിക്കണം. അതിനായി കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഈ ഭൂമിയിലും ആവശ്യമായുള്ളതൊക്കെയും തക്ക സമയത്ത് കർത്താവ് നമുക്ക് നിശ്ചയമായി നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ അതിൽ നാം മനസ്സ് വെക്കരുത് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ വചനപ്രകാരം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഏത് നിന്ന് അപമാന കഷ്ടതകളെ സഹിച്ചുകൊണ്ട് പോരാടുവാനും മറ്റുള്ളവരുടെ സഹതാപം കാണിക്കുവാനും മാത്രമല്ല നാഥ, ഏത് സമ്പത്തുകളുടെ അപകാരവും നഷ്ടവും കഷ്ടവും ഞങ്ങളുടെ നാമത്തിനു വേണ്ടി സഹിപ്പാൻ, സന്തോഷത്തോടെ സഹിപ്പാൻ ഞങ്ങൾക്ക് ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉത്തമ സമ്പത്ത് അപ്പം അങ്ങ് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളതിനായി സ്തോത്രമായി. ഇതിനാൽ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ ഉറപ്പോട് ധൈര്യത്തോടെ യേശുവിനെ മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ സഹായിച്ചാട്ടെ. അപ്പാ സഹായിക്കണമേ നാഥ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാവിധ നന്മകളാൽ അനുഗ്രഹങ്ങളാലും ദൈവം നിറച്ച് ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്സഡ് സൺഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.